എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേന് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഹാളിലേക്ക് വരുവാണ്. അപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അല്ല ഏട്ടത്തി ഇന്നും ഉണ്ടാക്കിയത് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടോണ്ട് ഒന്ന് മുത്തശ്ശി പറഞ്ഞു, അതാ ജലജ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, എപ്പം നോക്കിയാലും ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും അതുപോലെ തന്നെ ഫുഡൊക്കെയാണല്ലോ ഏട്ടത്തി ഇവിടെ ഉണ്ടാക്കണേന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അതെ ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ജലജ ഉണ്ടാക്കണേ. ആദർശിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരമല്ലേ ആദർശിനും ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, എന്നാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു പറയണം. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അതിനിപ്പോ നിനക്കൊക്കെ എന്താ കുഴപ്പമിരിക്കണേ? അതെ, അവളുടെ മോന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കും. ഇനിയിപ്പം മരുമോൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ അതിനകത്ത് അസൂയ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, അതിന് ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കിയതല്ലമ്മേ, എന്റെ മോൻ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കിയതാന്ന് പറയണം. ജലജ പറഞ്ഞു, എന്നാലും കഴിക്കുന്ന അവളും കൂടെ കൂടിയിട്ടല്ലേ. അവള് വിചാരിക്കും അവളോടുള്ള സ്നേഹം കൊണ്ട് എടുത്തി ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ വഴിയില്ലാന്ന് പറയണ. കാരണം അവൾക്കറിയാം എനിക്ക് അവളോട് സ്നേഹം ഇല്ലാന്നൊക്കെയുള്ള കാര്യം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, ദേ ജലജെ, നീയാണിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന വീട്ടില് കേട്ടോന്ന് പറയണം. പിന്നെ ഞാൻ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജലജ നിൽക്കുവാണ്. അപ്പോഴേക്കുമാണ് ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. വരുന്നുണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെ അവരകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറുന്നപ്പം നയനയുടെ കയ്യിൽ ആ മൊമറ്റയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ജലജ ചോദിച്ചു, ഓ മൊമറ്റയൊക്കെ പിടിച്ചോണ്ടാണല്ലോ ഇങ്ങോട്ട് വരവ്? ദേവേനെ ചോദിച്ചു, നീ എന്തിനാ ഇതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ? ഇത് നിനക്ക് ആ കമ്പനിയിൽ അങ്ങോട്ട് വെച്ചാൽ പോരാരും ചോദിക്കും. നീ കമ്പനിയിലേക്ക് പോയതല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, അതെന്തിനാമ ഇത് കമ്പനി വെക്കുന്നേ? കമ്പനി വെക്കേണ്ട കാര്യമല്ലല്ലോ. ജലജ പറഞ്ഞു, അല്ല ബെസ്റ്റ് ഡിസൈനർ ആയിട്ടുള്ള അവാർഡല്ലേ കിട്ടിയത്, അപ്പൊ പിന്നെ കമ്പനി വെച്ചാൽ പോരാരെന്ന് ചോദിക്കും. മുത്തശ്ശി പറഞ്ഞു, അതെ നിനക്കൊക്കെ എന്തിന്റെ കേടാ? എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക. കമ്പനി വെക്കാനുള്ള സാധനമല്ലത്, ഇത് വീട്ടിലിരിക്കാനുള്ള സാധനമാണ്. മോളിങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്ന് നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശനെ കൊണ്ടേ കാണിച്ചു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് വെക്കാനുള്ള സ്ഥലം എവിടെയാ? ഇത് വെക്കാനുള്ള എവിടെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാന്ന് പറയണം. അവിടെ വെച്ചാ മതി, പിന്നീട് അറിയാലോ. എല്ലാരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഇതൊന്ന് കണി കാണണം. ഈ അസൂയുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണണോന്ന് പറയണം. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, ആർക്ക് അസൂയ? എനിക്കാ. ഈ പീറ അവാർഡ് കിട്ടിയതിന് എനിക്ക് എന്തിനാ അസൂയെന്ന് ചോദിക്കാം. ആദർശ് പറഞ്ഞു, അപ്പച്ചി അങ്ങനെ പറയരുത്, പീറ അവാർഡ് എന്നൊക്കെ. അതെ നിസ്സാര കാര്യമൊന്നും അല്ല എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ തന്നെ മൂർത്തീസ് ജ്വല്ലറിയില് നയന കളക്ഷൻസ് എത്രമാത്രം പ്രചാരം നേടിന്ന്. മൂർത്തീസ് ജ്വല്ലറി മാത്രമല്ല ബാക്കി എല്ലാത്തടത്തും നയന കളക്ഷൻസ് ഉണ്ടോന്ന ആൾക്കാർ ഇപ്പൊ ചോദിച്ചു വാങ്ങണേ. പോരാത്തന് കഴിഞ്ഞ അവിടുത്തെ വിഷുവിന്റെ കാര്യം അറിയാലോ, നല്ല ഗംഭീര കളക്ഷൻ ആയിരുന്നു. ഇത്തവണ അതിന്റെ ഇരട്ടിയാവും. ഇത്തവണ നമ്മൾ മറ്റു ജ്വല്ലറിക്കാരെക്കാളും കൂടുതൽ മുന്നിലാ നിക്കണേന്ന് പറയാം. ജാനകി പറഞ്ഞു, ഈ അവാർഡ് പിന്നെ നീ വാങ്ങിയതേ നിന്റെ റെക്കമെൻഡേഷൻ കൊണ്ടല്ലേ ആദർശേ? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ റെക്കമെൻഡ് ചെയ്ത് വാങ്ങിയതല്ലേന്ന് ചോദിക്കും. അതെ ഇളയമ്മേ, ഒരു കാര്യം പറഞ്ഞേക്കാം, എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എന്റെ ഭാര്യയ്ക്ക് പൈസ കൊടുത്ത് അവാർഡ് മേടിച്ചു കൊടുക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ പറയടാ മോനെ എന്ന് പറയണം. ദേവേനെ പറഞ്ഞു, എനിക്ക് എന്താണല്ലോ ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഈ അവാർഡും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, നീ ഇതൊന്നും കാര്യമാക്കണ്ടത് അതിനെ മോളെ, ഇവളിങ്ങനെയൊക്കെ പറയും, നീ അതൊന്നും മൈൻഡ് ചെയ്യൊന്നും വേണ്ട. ഇത് എവിടെയാ വെക്കേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ കൊണ്ടേ വെച്ചോളാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാം. ഈ സമയം ആദർശ് നയനയും കൂടെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അവളുടെ അഹങ്കാരം കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. ജലജ പറഞ്ഞു, അത് ശരിയാ, ഈ അവാർഡും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവള് നിലത്തൊന്നും അല്ല നിൽക്കുന്നേ എന്ന് പറയാം. ദേവേനി പറഞ്ഞു, എത്ര പൊങ്ങി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൾക്ക് ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾ എന്തിനാ പൊങ്ങുന്നേ? ഒരു നിസ്സാര അവാർഡല്ലേ ഉള്ളൂ. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ലോ. അതുകൊണ്ട് ആ കാര്യത്തില് എനിക്ക് ഒരു സംശയമില്ല, അവളെ ഒരിക്കലും എന്റെ മരുമോളാകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയണം. ഈ സമയം ജലജ പറഞ്ഞു, അത് ശരിയാ അടുത്തി, ഒരിക്കലും അവളെ അംഗീകരിക്കരുത്, അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം എന്നൊക്കെ പറയാം. ദേവേനി മനസ്സിൽ പറഞ്ഞു, ആദ്യം ഓടാൻ പോകുന്ന ആരാന്ന് നമുക്കറിയാം ജലജ എന്നൊക്കെ മനസ്സിൽ പറയണം. ആ സമയം ആദർശം നയനയും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും അനി അങ്ങോട്ട് വന്നു. കൊള്ളാലോ, അടുത്തേക്ക് അങ്ങനെ അവാർഡൊക്കെ കിട്ടിയല്ലേ? എന്നിട്ട് അവാർഡ് എന്തെന്ന് ചോദിക്കാം. അത് പിന്നെ താഴെ മുത്തശ്ശിയുടെ കൈ കൊടുത്തെന്ന് പറയാം. അതെ, താഴെ ചെന്നാൽ കാണാന്ന് പറയാം, മുത്തശ്ശി അതവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടോണ്ടാണ് അനാമിക വന്നേ. ഇനിയിപ്പോ അത് കാണാത്തതിന്റെ കൂടെ ഒരു കുഴപ്പമുള്ളൂ ഇവന്. അല്ലെങ്കിൽ തന്നെ ഫോൺ എടുത്തിട്ട് അത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് നാണമില്ലേടാ അനിയെന്ന് ചോദിക്കുക.
ഇത് കേട്ടപ്പോൾ അനീഷ് ഞാൻ തന്നെ നാണിക്കുന്നത്, എൻ്റെ അടുത്തേക്ക് അവാർഡ് കിട്ടിയാൽ ഞാൻ നാണിക്കുമല്ല സന്തോഷിക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, വേണ്ട അനി, ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് പറയണ. പിന്നീട് ആദർശ് പറഞ്ഞു, അതേ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയണ. എന്നിട്ടെന്താ, അവാർഡ് കിട്ടിയത് എല്ലാവർക്കും സന്തോഷമായി. നന്ദു എന്ത് പറഞ്ഞു ചോദിക്കാം. നന്ദുവിനെ കാണാൻ പറ്റിയില്ല, പക്ഷേങ്കിലേ അവൾക്ക് ചിക്കൻ ബോക്സ് ആന്ന് പറയണേ. ഇത് കേട്ടതും അനീഷ്, ചിക്കൻ ബോക്സോ? അതെ. ഓഹോ, അപ്പൊ നീ അറിഞ്ഞില്ലായിരുന്നില്ലേ എന്ന് അനാമിക ചോദിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ആദ്യം അറിയേണ്ടതായിരുന്നല്ലോ, എന്ത് പറ്റി? അവൾ നിന്നെ വിളിച്ചു പറഞ്ഞില്ലേ? നല്ല കഥയായി പോയെന്ന് പറയാണ്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അല്ല നീ എന്തിനാ അനാമിക ഇങ്ങനെയൊക്കെ അവനോട് ചോദിക്കുന്നു ചോദിക്കുക. പിന്നെ അവനോട് പറയാതെ എന്താ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അറിയുന്ന അവനല്ലേ, അവനോട് വിളിച്ചു പറയാതെ അവക്കൊന്നും സംഭവിക്കത്തില്ലോ. ഒരു ചിക്കൻ ബോക്സ് ആണെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കും പറയാം. ഇത് കേട്ടപ്പോൾ നയന ചോദിച്ചു, അല്ല ഇവൻ നിന്റെ ആരും അല്ലേന്ന് ചോദിക്കുക അനി. പിന്നെ ആരെങ്കിലും ആണോന്നോ, കഴുത്തിൽ ഒരു താലിച്ചേട് കെട്ടിയെന്നോർത്ത് ആരും ആവാനൊന്നും പോകുന്നില്ല. പിന്നെയാ. ഇത് കേട്ടതും അനി പറഞ്ഞു, അതേടി നിനക്ക് അങ്ങനെയൊക്കെയാ, അല്ലെങ്കിൽ നിന്നെ ഇതുവരായിട്ടും ഭാര്യയായിട്ട് ഞാനും കണക്ക് കൂട്ടിയിട്ടില്ലെന്ന് പറയാ. എന്തിനു കണക്ക് കൂട്ടണം, അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവൾക്ക് ദേഷ്യം വന്നു. അവള് പറഞ്ഞു, ഒരു പീറ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് നീ നിന്റെ ഏട്ടത്തിനെ പൊക്കി നിന്റെ ഇവളുടെ അനിയത്തിനെ അങ്ങോട്ട് കെട്ടി സുഖമായിട്ട് ജീവിക്കാന്ന് നിന്റെ മനസ്സിൽ വിചാരം കാണുമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ആദർശന് നല്ല ദേഷ്യം വന്നു. ആദർശ് പറഞ്ഞു, അനാവികയെ നീ എന്താ ആരോടെ എന്താ പറയണത്, നിനക്ക് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കും. എനിക്ക് നല്ല ബോധം തന്നെയുണ്ട്, നല്ല ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കണമെന്ന് പറയാം. ആദർശ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ നീ പീറ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് അവാർഡിനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അധിക്ഷേപിക്കുന്ന എന്റെ ഭാര്യയെ അധിക്ഷേപിക്കുന്ന തുല്യമാന്ന് പറയണം. പിന്നെ ഇവരെ ആരാണ്ടെന്ന് വെച്ചാൽ ഏതാണ്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഇവരെ ഒന്നും ഞാൻ ഒരിക്കലും കൂട്ടിയിട്ടില്ല. എന്റെ ഏടത്തിന്റെ സ്ഥാനത്തൊന്നും ഇവരെ ഞാൻ കൂട്ടിയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതിന്റെ ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം നിന്നെപ്പോലെ ഉള്ള ഒരുത്തി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നയനയ്ക്ക് നല്ല ദേഷ്യം അങ്ങോട്ടേക്ക് വന്നു. ഈ സമയം ആദർശ് പറഞ്ഞു, ബാ നയനെ, ഇവളോടൊക്കെ സംസാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, ദേ അനാമിയെ, എല്ലായിടത്തും കളിക്കുന്ന കളിയുണ്ടല്ലോ, ആദർശേന്റെ അടുത്തടുത്ത് കളിച്ചിട്ടുണ്ട്, നീ വിവരം അറിയുമെന്ന് പറയാം. പിന്നെ അവന്റെ ഒരു ആദർശേട്ടൻ ആ അയാളുടെ ഭാര്യയെ പറഞ്ഞു കഴിഞ്ഞപ്പം അയാൾക്ക് നൊന്ത കണ്ടോ, കണ്ട് പഠിക്കടാ. ഇവിടെ എന്നെ എന്ത് പറഞ്ഞാലും ചവിട്ടി തേച്ചാലും നിനക്കൊരു കുഴപ്പമില്ലോ. അതെ അതുപോലെ തന്നെ നയനടുത്ത് നിൽക്കുന്ന, പക്ഷെ നീ എന്നെ ഇന്നും ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോ, കൂടുതലൊന്നും പറയിക്കണ്ട എന്നും പറഞ്ഞിട്ട് അതിന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാ. അനാമികയ്ക്ക് കട്ടക്കലിപ്പായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അനാമിക നേരെ ചെല്ലുന്ന ജാനകിയുടെ അടുത്തേക്കാണ്. പരാതിയും പരിഭവങ്ങളും പറയാൻ ചെന്നിട്ട് പറഞ്ഞു, അവളുണ്ടല്ലോ ആ നന്ദു, അവള് കാരണം എനിക്ക് ഒരു സമാധാനം ഇല്ലമ്മേന്ന് പറയണ. ഇപ്പൊ എന്ത് പറ്റി മോളെ? എന്ത് പറ്റിയെന്നോ, ഇനി എന്താ പറ്റാനുള്ളതെന്ന് ചോദിക്കുക. എനിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന് പറയണം. ഇപ്പോഴും ഞങ്ങൾ പഴയതുപോലെ എന്നെ കഴിയണെന്ന് പറയാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇന്ന് വരെ ജീവിച്ചിട്ടില്ലാന്ന്, വെറുതെക്കാരെ പോലെ കഴിയണേ. എന്റെ മോളെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ നീ എന്തുകൊണ്ട് ഞങ്ങൾ പറയായിരുന്നേന്ന് ചോദിക്കും. പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നുള്ള വിശ്വാസം എനിക്കില്ല, എന്റെ ജീവിതം നശിച്ചു. ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് പോയാലും എന്റെ കല്യാണം കഴിഞ്ഞാലും സെക്കൻഡ് മാരേജ് ആയി പോവില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, ആരുടെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുമ്പോഴത്തേനും ജാനകി പറഞ്ഞു, മോള് വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാകുന്ന ദിവസം വരുമെന്നേ, ഞാൻ പറഞ്ഞു നോക്കാന്നൊക്കെ പറയണം. പിന്നെ പറഞ്ഞു നോക്കേണ്ട ഒരു ഇതും കൂടെ ഉള്ളൂ, ഇപ്പൊ തന്നെ അവൻ എന്നെ അങ്ങോട്ട് അംഗീകരിക്കൂ എന്നൊക്കെ പറയാം. ആ സമയം ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ടിരിക്കുക, ഈ അപ്പച്ചിക്കല്ലേ ഇവിടെ ഉള്ളേ, ഇത് അവറ്റകളെ രണ്ടെണ്ണത്തിനെ അവളുടെ ചേച്ചിമാരെ ഇവിടെ നിന്ന് അടിച്ചിറക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ പിന്നെ ഓക്കെയാ. പിന്നെ മോൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല, മോൾക്ക് സന്തോഷമായിട്ട് ഇവിടെ കഴിയാന്ന് പറയണം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ എന്റെ നശിച്ച അപ്പച്ചിന്ന് പറയാം. എന്തിന് പ്രതീക്ഷകൾ നശിക്കണം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം വൈകാതെ ഇവിടെ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുമെന്ന് പറയണെന്ന് പറയാം. ഇത് കേട്ടപ്പം ജലജയ്ക്ക് ഉള്ളിൽ സന്തോഷം, എല്ലാരും പോട്ടെ, തന്റെ മോനും താനും മാത്രം മതി, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സ്വത്തുക്കളൊക്കെ അനുഭവിച്ച് നല്ല സുന്ദരത്തോടെ കൂടി ജീവിക്കാം, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എല്ലാത്തിനും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്നൊരു ചിന്തയൊക്കെ ജലജയുടെ മനസ്സിലുണ്ടാവുകയാണ്. മരുമക്കൾ എല്ലാവരും പോട്ടെ, ദേവേനി അവരൊക്കെ പോണം, എങ്കിൽ മാത്രം സന്നിക്ക് സുഖമായിട്ട് ഇവിടെ വാഴാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയും കൂടെ അവളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് അനി ഇങ്ങനെ ആലോചിക്കുക, ചിക്കൻ ബോക്സ് ആന്ന് പറഞ്ഞ നന്ദുവിന് ഒന്ന് വിളിച്ചു നോക്കിയാലോ. രണ്ടും കളിപ്പിച്ച് വിളിക്കുകയാണ്. വിളിച്ചു കഴിയുമ്പോൾ കനകയാണ് ഫോൺ എടുത്ത്, ഫോൺ അവിടെ കുത്തിയിട്ടിരിക്കുകയാണ്. ആഹാ അനിമോനോ, എന്താ അനിമോനെ വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ നന്ദുവിന് ചിക്കൻ ബോക്സ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. ചിക്കൻ ബോക്സ് വന്നാൽ പെട്ടെന്നൊന്നും കുറയത്തില്ലെന്ന് അറിയാലോ, അവളൊരു അടച്ചിട്ട് മുറിയിലിരിക്കുക, പെട്ടെന്ന് കുറയാൻ വേണ്ടിട്ടെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ. അല്ല മോൻ എന്താ വിളിച്ചേ? ഒന്നുമില്ല ആന്റി, വെറുതെ വിളിച്ചാ കുറവുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അത് മോൻ ഇങ്ങനെ വിളിക്കുന്ന മോന്റെ ഭാര്യയ്ക്കൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമില്ലാത്ത കാര്യമില്ല നിൽക്കും, പിന്നെ എന്തിനാ മോൻ ഇങ്ങോട്ട് വിളിക്കണമെന്ന് ചോദിക്കാം. അത് പിന്നെ ആന്റി
അതെ, ഇനി ഈ വിളിയും കാര്യങ്ങളൊന്നും വേണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ ശരിയായി കനകെ, അങ്ങനെ വേണം. കാരണം ഒരു പ്രതീക്ഷ പോലും കൊടുക്കരുതെന്ന് പറയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ ഗോവിന്ദേട്ടാ, പ്രതീക്ഷ കൊടുത്തില്ലേലും അന്ന് പറഞ്ഞു കേട്ടില്ല ആ പുള്ളിക്കാരൻ, തിരുമേനി പറഞ്ഞു കേട്ടില്ലേ ഇവരുടെ കല്യാണം നടക്കൂന്ന്. അത് ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നതാണ്. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. ഏയ്, നീ അതോർത്തൊന്നും വിഷമിക്കണ്ട എന്നൊക്കെ കനകയോട് ഗോവിന്ദൻ പറയാണ്. പിന്നീട് നയനെ ഒരു ഡിസൈൻ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് കഷായമൊക്കെ ആയിട്ട് വരുവാണ്. വന്നിട്ട് പറഞ്ഞു, മോളെ ഇതേ കരളിനൊക്കെ നല്ലതാ, നല്ല കഷായ, മോളെന്ത് കുടിക്കാൻ പറയണം. അമ്മ എനിക്ക് വേണ്ടാന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മോള് കുടിക്കണം, മോളെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യേ, ആദ്യം അമ്മ കുടിക്കുക, അമ്മ കുടിച്ചിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. ഞാൻ കുടിക്കണം. അതെ കുടിക്കുക അമ്മയെന്ന് പറയണം. അങ്ങനെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. പിന്നീട് ദേവന് നയനോട് പറഞ്ഞു ഇനി മോള് കുടിക്കാനും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നയനെ കുടിക്കാൻ തുടങ്ങിയ സമയത്ത് ആ കാഴ്ച കാണുന്നേ ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ദൈവമേ, പെട്ടത് തന്നെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നയന ദേവേനോട് പറഞ്ഞു, ദേ ജലജ അപ്പച്ച് ഇറങ്ങി വരുന്നോന്ന് പറയണം. ദേവേനെ പെട്ടെന്ന് ജാഗരൂകിയായി. ദേവേന പറഞ്ഞു, ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചോളും, എന്നിട്ട് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വേറെ ഒരു പണിയില്ലെന്ന് ഓർത്തണ്ട നിന്റെയൊക്കെ വിചാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനോട് കൃത്രിമമായിട്ട് ദേഷ്യം അഭിനയിക്കുകയാണ്. ജലജ വന്നിട്ട് എന്ത് പറ്റിയെടുത്തി? ഓ, എന്ത് പറ്റാനാ, ഇവൾക്കൊക്കെ ആണെങ്കിൽ ഓരോന്നും വരുത്തി വെച്ച കൂട്ടം വരുത്തി വെച്ചാൽ മതിയല്ലോ, അതിന്റെ പുറകെ തൂങ്ങേണ്ട ആളെ ഞാനല്ലേ നിൽക്കും. അല്ലിപ്പോ ഇവൾക്ക് എന്ത് പറ്റി? ഇവൾക്ക് പനിയും ചുമയൊക്കെയാന്ന്, ജലദോഷമാണോ എന്തൊക്കെയോ തലവേദനയാന്നൊക്കെ പറയണു. ആദർശം ഒന്ന് പറഞ്ഞിട്ട് പോയതാ, ഇവൾക്ക് എന്തെങ്കിലും കഷായം എന്തെങ്കിലും കൊടുക്കാമേന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടും ജലജ പറഞ്ഞു, അതിനെ ഏട്ടത്തി എന്തിനാ വെച്ചു കൊടുക്കാൻ പോയത്? വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇവളെങ്ങാനും ഇവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദർശം ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആദർശം പിണങ്ങി പോകത്തില്ലേ നിൽക്കും. അതെ ഏട്ടത്തി, പോകുന്നവരൊക്കെ പോട്ടെ എന്ന് പറയാണ്. അതെ, അങ്ങനെ അങ്ങ് പോന്നൊക്കെ എനിക്ക് പറ്റൂ. ആണായിട്ടും പെണ്ണായിട്ടും ഒരുത്തനല്ലേ ഉള്ളൂ. അവൻ ഇവളുടെ പുറകെ ഇവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ എന്ത് വിശ്വസിച്ചിരിക്കും? എനിക്കിവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ എന്ന് പറയാണ്. ജലജ ഇത് വിശ്വസിച്ചു. പിന്നീട് ജലജ പറഞ്ഞു, എന്തേലും കാണിക്കുക, ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ആ സമയം ജാനകിയും നയനയും കൂടെ ജാനകിയല്ല ദേവേനെയും നയനയും കൂടെ ചിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.